വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കിത് കാണാവോ? നല്ല രസമുള്ള വ്യൂ കാണാൻ. ഓക്കെ, ഇന്ന് ഞാൻ കൂടുതൽ പേര് എൻ്റെ ചെറിയ റീല് കണ്ടിട്ട് വന്നവരാണെങ്കിൽ കൂടുതൽ പറയണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെയാണ് കേട്ടോ. അതെ, നമ്മുടെ നിരണമാണ്. ഞങ്ങളുടെ ഇടത്തുവായിന്ന് കുറച്ചടുത്തേ ഉള്ളൂ. അപ്പോൾ ഞാനും നമ്മുടെ അനിയനും കൂടിയാണ് പോകുന്നത്. അവൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ഓക്കെ. ദേ, ഇവിടെ വെള്ളത്തിൻ്റെ ഇതറിയണമെങ്കിൽ ഞങ്ങളുടെ ഇങ്ങോട്ട് വരണം, അല്ലാതെ ആർക്കും അറിയാൻ പറ്റില്ല വെള്ളം ഉണ്ടോ, ഇത്രയും വെള്ളം ഉണ്ടോ അല്ലേ. അല്ലാതെ ഞങ്ങൾ ഇതാണ് രസമില്ലേ ഗൈസ്. ദേ എൻ്റെ അനിയൻ നിൽക്കുന്നുണ്ട്. ദേ നമ്മുടെ ആന വണ്ടി വരുന്നുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ വളരെ 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 സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ രസമുള്ളൂ. ബുദ്ധിമുട്ടായി ഇവിടേക്ക് ഇതൊക്കെ അറിയാമുള്ളൂ അതിൻ്റെ പാടൊക്കെ എങ്ങനെയുണ്ട്. ഓക്കെ, മഴയുടേത് അറിയണമെങ്കിൽ നമ്മളിത് ഇതുപോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. നമ്മളുടെ അവിടെ വെള്ളമുണ്ട്, പക്ഷെ ഇത്രയും രീതിയിലുള്ള നമുക്കായിട്ടില്ല. പക്ഷെ ഇതുപോലുള്ള പ്രദേശത്തൊക്കെ വന്നാലാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ അറിയാൻ പറ്റുന്നത്. അത്യാവശ്യം എല്ലാവരുടെയും വീട്ടിലൊക്കെ അത്യാവശ്യം കയറിയ ഒരു ഇതാണ് കേട്ടോ. ഓക്കെ, കാരണം നമുക്ക് വെള്ളം കയറുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മീൻ കിട്ടും. അതുപോലെ തന്നെ എന്താണ് മഴയുള്ള സമയത്ത് അല്ലേ, നന്നായിട്ട് നമുക്ക് ഇവിടെ കൂടുതലും മീൻ പിടിച്ച് വിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഇതുപോലെ തന്നെ ഈ റോഡ് സൈഡിലൊക്കെ പിടിച്ച് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ നമുക്ക് തന്നെ സെറ്റാക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് നിരണത്താണ്, അതുലിൻ്റെ വീട്ടിലാണ്. അതുലാണ് ഇന്ന് നമുക്ക് വല വീശി മീൻ പിടിക്കുന്നതൊക്കെ കാണിച്ചൊക്കെ തരുന്നത്. ഞാനിവിടെ ആലപ്പുഴയാണെന്ന് പറഞ്ഞാൽ എനിക്കിതിനൊന്നും സമയമൊന്നും കിട്ടാറൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇന്ന് പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലുള്ളതുകൊണ്ട് എനിക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തേണ്ട എൻ്റെ അനിയൻ എന്തേണ്ട മുന്നേ പോകുന്നുണ്ട്. ഓൾറെഡി അവൻ ഫുള്ള് നനഞ്ഞു. ആദ്യം അവൻ ബൈക്ക് കയറാലോ എന്ന് ഞാൻ വിചാരിച്ചേക്കാം. ഭാഗ്യം ഞാൻ വണ്ടിയിൽ വന്നത് കൊണ്ട്. ഇല്ലെങ്കിൽ നല്ല രസമില്ലേ? ആഹാ, സൂപ്പർ. ഓക്കെ, നമുക്കിനി അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ ബാക്കിയുള്ളത്. ബായ്. ഞങ്ങൾ വേണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഫുഡും കൂടെ കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. ദേവന്മാർ രണ്ടും കൂടെ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഗൈസ് ഞങ്ങൾ വേണ്ട അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അവനെയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചില്ലേ? കൊള്ളായിരുന്നോ? ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? നൈസാ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടത്തേക്ക് എന്ന് പറയുന്ന ബിരിയാണി എനിക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം കേട്ടോ. വീട്ടിലോട്ട് എപ്പോൾ എങ്ങനെ പോന്നെ? എവിടെ? നമ്മൾ കടയിലോട്ട് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നേ. ഓ, ഞാൻ വിചാരിച്ചത് കാരണം നമ്മൾ അപ്പുറം കൂടെ വരുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പോർക്ക്. ഞാൻ വിചാരിച്ചു ഇനി അവിടെ ചെന്നിട്ട് ഇനി തിരിച്ചു പോകാമെന്ന്. കൊള്ളാല്ലേ? അങ്ങനെ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. റെയിൻകോട്ടും എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം എന്തായാലും നല്ല മഴക്കാറുണ്ട്. നല്ല മഴ പെയ്യും തോന്നുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടേക്കല്ലേ ഗൈസ്? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോൾ കാറിൽ ഫ്രണ്ട് വരുന്നത് സീറ്റ് ബെൽറ്റ് ഇടുക. യെസ്. പിന്നെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് ലോങ് വീഡിയോ ആണ്. എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല. കാരണം നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫോണും കൊണ്ട് കുറേ ഇപ്പം ഇവനുള്ളതുകൊണ്ട് ഓക്കെ. അതല്ല നമ്മൾ വേറെ പുറത്തു നിന്ന് ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഫോണും കൊണ്ട് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ആൾക്കാർ അടുത്തിരിക്കുന്നവരൊക്കെ ചോദിക്കും പോയി അയ്യോ കോള് വന്നു. എന്താടാ ഈ മഴയത്ത് മീൻ കിട്ടുന്നുള്ളത്? എന്താ പറ ചുമ്മാ? മഴ പെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വെള്ളം
ദിവസമാണ് നിറയുമല്ലേ, അപ്പം മീനൊക്കെ ഏറ്റവും കൂടുതൽ പോകാനുള്ള ടെൻഡൻസി ഞങ്ങൾക്ക് എപ്പോഴും കൂടുതലാണ്. ഓ അതായത് എല്ലാ സ്ഥലത്തോടും പോകാൻ എപ്പോഴും. ഓ അങ്ങനെ. അതായത് നിലവിൽ ഇപ്പം നിൽക്കുന്ന അവിടുത്തെ വെള്ളത്തിൻ്റെ ഇത് കൂടുന്ന സമയത്ത്, ഉയരം കൂടുന്ന സമയത്ത് ആ വഴി കൂടി മീന് വേറെ സ്ഥലത്തോട്ടും കൂടി പോകാനായിട്ട് പറ്റും എന്നാണോ നീ പറയുന്നത്? ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ഫിഷർ അതിൽ പറയുന്നത്. ഒരു പട്ടി വന്നു ഗൈസ്, അവൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ ഗൈസ്. അവനെ കൊല്ലും വീഡിയോക്കകത്ത്. കല്ലെറിഞ്ഞ് ഏയ് നനയട്ടെ അവൻ. ഗൈസ് നല്ല മഴയുണ്ട് കേട്ടോ. മരി വന്നുണ്ടോ? വരുവോ? പൊങ്ങുന്നില്ല. റെയിൻകോട്ടോ റെയിൻകോട്ട് ഏതാ വേണ്ട വരും. ഇനി എന്തിനാടാ? ശരി, നല്ല മഴയുണ്ട്. ഇതെന്തായാലും നല്ല രസമായിരിക്കും. പക്ഷേ ഗൈസ് എനിക്ക് ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു സ്ലിപ്പർ ഇട്ടാൽ മതിയായിരുന്നു. എൻ്റെ നല്ല ചെരുപ്പ് ഇട്ടോണ്ടാ വന്നത്. എനിക്ക് അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. നല്ല സെറ്റ് മഴ. അതിൻ്റെ അങ്ങോട്ട് പോവാണ്. അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചുറ്റും ബാക്കി വീഡിയോസ് കാണാനായിട്ട് ഭയങ്കര മഴ. എല്ലാം സെറ്റ് ആവാണ്. അവൻ തന്നെ ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനും കൂടി റെയിൻകോട്ടൊക്കെ എടുത്താൽ കേട്ടോ. ഓക്കെ, അവനിവിടെ വല വീശാനുള്ള വലയൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മീൻ പിടിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഞാൻ കുടയും എടുത്തിട്ടുണ്ട്, റെയിൻകോട്ടും എടുത്തിട്ടുണ്ട്. നീ മീൻ പിടിക്കാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നോ? ഇങ്ങനെയല്ല, ഇവൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിന് വേണ്ടിയല്ല പറയുന്നത്. മീൻ പിടിക്കാനായിട്ട്. അപ്പം ഇത്രയും മീൻ കിട്ടുമെന്നാണ് നീ പറയുന്നത്? ഈ ഒരു പാത്രം നിറച്ച് മീൻ കിട്ടുമെന്നാണ് ഇവൻ പറയുന്നത്. ഇടുന്നില്ലേ ചൂണ്ട? ചൂണ്ട എവിടെ ഇടാനാ? തീറ്റയില്ലാതെയാണ് ചൂണ്ട. തീറ്റയില്ല, നീ വടിയെ കൊണ്ടെന്തിനട ചൂണ്ട ഇടാം? അതാണ് തീറ്റ. എനിക്ക് ഇങ്ങനത്തെ പരിഷ്കാരം പിടിച്ച ചൂണ്ടൊന്നും അറിയില്ല ഗൈസ്. എനിക്ക് അകപ്പാടെ നമ്മുടെ ഗൈസ് മോനെ പൊള്ളി. അമ്പോ നോക്ക് ഗൈസ്. ഇത് ഏതാടാ മീന്? വയമ്പല്ലേ? ഇതാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട്. അതൊരു ചൂടയാണോ? അത് ഏതായിരുന്നു? പാമ്പ് വല്ലതും ആണോ? ഇത് വലിയ മീൻ ഇവിടെ കണ്ടു കേട്ടോ. പോല പരല് ഗൈസ്. നോക്ക് ഗൈസ്, ഇതുപോലെ പിടയ്ക്കുന്ന മീന് നിങ്ങൾ ഇതുപോലെ ഫ്രഷ് സാധനം ആർക്കെങ്കിലും വേണമെങ്കിൽ അതുപോലെ കോണ്ടാക്ട് ചെയ്യുക. ആർക്കെങ്കിലും താല്പര്യമുണ്ട് നേരത്തെ പറഞ്ഞാൽ മതി. വെട്ടി റെഡിയാക്കി ഇതായിട്ട് വേണമെങ്കിലും അതനുസരിച്ച് സെറ്റ് ചെയ്ത് തരും കേട്ടോ. ചൂട പോലത്തെ മീനുണ്ട് കേട്ടോ. അത് ഓൾറെഡി ചത്തു പോയി കേട്ടോ. എടാ അയ്യോ ചത്തിട്ടൊന്നുമില്ല, എന്നെ പറ്റിച്ച മീൻ ഗൈസ്. ഇതേണ്ട ഈ മീൻ, ഇത് കുത്തിക്കൊള്ളുന്ന മീനാണോ? കൊള്ളാല്ലേ? ഇതാണ് ഗൈസ് കോലാലംപുരി. അത് ചെരുപ്പ്. ഇത് കോല. ചക്കരെ എൻ്റെ അന്ന അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട്. അവനൊന്നും ഇതിലായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അടുത്ത വല വീശാനായിട്ട്
അതീവ തിടുക്കത്തിലും വാശിയിലും അതുൽ നിരണം വീണ്ടും വീശാൻ പോകുന്നു. വിഷ്ണു കിടക്കുക. എല്ലാം കിട്ടിയോടാ? അവൻ അവിടെ നിന്നൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ അവിടെ. ഇത് കഴിഞ്ഞിട്ട് ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരു വല വിഷു ഒരു മീനെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും. അവൻ വലിക്കുന്നുണ്ട്. കിട്ടിയോ? ഈ സമയത്ത് മഴ ചെയ്താ നല്ല രസമുണ്ട്. ഇതാ എന്താ ഒന്നും ആയില്ലേ? അതൊന്നും കിട്ടിയില്ല ഗൈസ്. രണ്ട് മറ്റേ സാധനം കോലയുണ്ട്. എന്താ ഇതിൻ്റെ പേര്? കോല. ആറ്റുകോല. ദേ ഈ പരലൊക്കെ ചത്തോ? അനക്കൊന്നുമില്ലല്ലോ. ചത്തിട്ടൊന്നുമില്ല കേട്ടോ, അനക്കൊക്കെ ഉണ്ട്. ഈ ചൂണ്ടയ്ക്കകത്ത് അപ്പം ഇത് വേണ്ട, തീറ്റ വേണ്ട. അപ്പം അപ്പം ഇത് പ്ലാസ്റ്റിക്കിന് തവള തിന്നാൻ വരുമോ? പോടാ. ഓ നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും അത്ര ഇതില്ല. എടാ അപ്പം ഞാൻ പറയട്ടെ, അപ്പം അതിന് തീറ്റ വേണ്ട. ഈ പ്ലാസ്റ്റിക് തവള കണ്ടിട്ട് ഈ മീൻ വരും. അത്രക്കുള്ള വിവരമുള്ളൂ മീന്. ഈ ഓറഞ്ച് നല്ല പ്ലാസ്റ്റിക് തവളയാണെന്നും പറഞ്ഞിട്ട് മീനുകൾ വരും. ഗൈസ്, ഇത്രയൊക്കെയുള്ള വിവരമുള്ള മീനുകളെ പിടിക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. മനുഷ്യന്മാരെ പോലെ മീനുകൾക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല അല്ലേ? പിന്നെ ഈ പ്ലാസ്റ്റിക് തവളയെ കണ്ടിട്ട് മീൻ വരുന്നെന്ന് പറഞ്ഞാൽ അതെനിക്ക് അത്ര ഇതില്ല. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ സാധാ ചൂണ്ട, കമ്പി കോർത്ത് വര. ഞാൻ പക്ഷെ വര എടുത്തില്ല, എനിക്ക് ഗോതമ്പ് വേണം. വിരകിട്ട് പിടിക്കുന്ന മീനെ ഞാൻ തിന്നത്തില്ല. അത് എനിക്ക് അങ്ങനത്തെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അങ്ങനെ അവൻ തന്നെ അവിടുന്ന് ഈ തവളയും കൊണ്ട് വന്നിട്ട് ഇവൻ എറിയുന്നത് മീനുകൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എടാ കൊഞ്ച് കിട്ടുമോ ഇവിടെ? എങ്ങനെ വൈകിട്ട് വീശുമ്പോഴോ? എവിടെ പോയി വീശും? എവിടെ പോയി വീശും നമ്മള്? കൊഞ്ചും. അപ്പം നമ്മളിപ്പോൾ വീശുമ്പോൾ കിട്ടിയില്ലല്ലോ കൊഞ്ച്. ഓ, എങ്ങനെ പിണ്ണാക്ക് ഈ വെള്ളത്തിലിടും? ഉണ്ട പോലെ ആക്കിയിട്ട്. ഓ, കിട്ടിയോ? ഞാൻ അടുത്തിപ്പോ എൻ്റെ ദേഹത്തോട് വരില്ലേ? അവനോട് നമുക്ക് നോക്കാം. അവന് മീനൊന്നും കിട്ടില്ല ഗസ്റ്റ്. നല്ല ഒരു ഇള ഓല കിട്ടിയിട്ടുണ്ട് അവന്. ശരിക്കും ഇത് കണ്ടമാണ്. ഇതൊക്കെ ശരിക്കും കരയുള്ള ഭാഗമല്ലേടാ, വെള്ളമൊന്നും ഇല്ലാത്തപ്പോൾ കര അല്ലേ? ഇതെല്ലാം കരഭാഗമാണ്, കൃഷി നടക്കുന്ന കണ്ടം കേട്ടോ. ഇതെങ്ങനെയാടാ അപ്പോൾ ഇത് ഇത്ര ഇതിലിങ്ങനെ ആക്കുന്നത്? റാ പോലെ ആക്കുമോ? അപ്പം അതിൻ്റെ പകുതി ഭാഗം നിൻ്റെ ഷോൾഡറിൻ്റെ അവിടെയും ബാക്കി പകുതി കയ്യിലും വെച്ചിട്ട് വീശു അല്ലേ? നമുക്ക് ഈ മഴയും വെള്ളമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇവിടെ നടന്നു പോകുന്ന കരയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ഇത് വെള്ളമെല്ലാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയേക്കുന്നത്. എടാ, മീൻ ഇപ്പം അതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വല പിടിക്കുമ്പോൾ അറിയാൻ പറ്റുമോ? വലിയ മീനാണെങ്കിൽ
അതിങ്ങനെ അനക്കം വരും അല്ലേ? ഓക്കെ ഓക്കെ. എന്താടാ? പരലാണല്ലേ? നമുക്ക് ഇപ്പം കിട്ടിയത് പരലുണ്ട്. ഈ മീൻ ഒരുപാടുണ്ടല്ലേ ശരിക്കും? നമ്മുടെ കണ്ടത്തിലാണോടാ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തത്? ഒരുത്തൻ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ആ ചൂണ്ട കൊണ്ട് ആ ഓലയുടെ പുറത്ത് കൊണ്ട് കൊളുത്തി വെച്ചിട്ടുണ്ട്. അവൻ ഇവിടുന്ന് നീന്തി നീന്തി അതെടുക്കാൻ പോവാണ്. ഗൈസ്, നിങ്ങൾ കണ്ടോ? അങ്ങനെ അതെ, നമ്മൾ കണ്ടത്തിൻ്റെ അവിടെ ഉടക്കിടാ, അവിടെ ഉടക്കി, അവിടെ ഉടക്കി. എടാ ശരിക്കേ, എടാ ഇവിടെ എറിയുവാണെങ്കിൽ ഉടക്കത്തില്ലടാ. നിനക്ക് ഇവിടെ ഇങ്ങനെ വലിയ മീനെ കിട്ടിയിട്ടുണ്ടോ? ആണോ? ഓ, അതിന് ഇവിടെ നിന്നാണ് പിടിച്ചത്. ഓ ഓ ഓ ഓ ഓ ഗൈസ്, നമുക്ക് ഇത്രയും ഫ്രഷായിട്ട് നമുക്ക് മീൻ കഴിക്കാൻ കിട്ടുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മീനും പച്ചക്കറികളൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്കിതൊന്നും ആലോചിച്ചേ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഭാഗ്യവതികളാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുമല്ലോ, ഇത്രയും ഫ്രഷായിട്ടുള്ള പരലും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, കടലിൽ നിന്ന് വരുന്ന ചൂട, അത് ഈ ഓരോവെള്ളം കയറുന്ന സമയത്ത് വരുന്നതാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ എനിക്ക് പള്ളത്തിയാണ് ഇഷ്ടം. പള്ളത്തി എനിക്ക് ഭയങ്കര ഇതാണ്. പണ്ട് ഞങ്ങളുടെ അമ്മുമ്മ എന്താ പറയുന്നുണ്ട് പള്ളത്തി, എന്തുവാ പള്ളത്തി, ഞാൻ എന്ത് ചെയ്യണേ പള്ളത്തി, എന്തോ പറയുന്നുണ്ടല്ലോ പള്ളത്തി, പള്ളത്തി എന്തോ പറയുന്നു ഗൈസ് എന്നോട്. ഞാൻ വല പിടിക്കുന്ന ഒരെണ്ണം എടുക്കുക, വീശുന്നത്. എന്നിട്ട് നീ വീശിയിട്ട് ഞാൻ അത് പിടിക്കുക. എന്നിട്ട് ഞാൻ വലിക്കുമ്പോൾ മീനൊക്കെ ഇട്ടുന്ന രീതി ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ടോളാം, ആരും അറിയണ്ട. ആരാടാ അങ്ങനെ പിടിക്കുന്ന? ഓ കയറി കയറി കയറി, എനിക്ക് കാണാൻ പറ്റി മീനുകൾ കയറുന്നത്. കണ്ടാ കണ്ട കണ്ട കണ്ട, മത്തി വരെ എത്തി. പോയടാ, അതൊക്കെ പോയടാ, മീനൊക്കെ പോയടാ. ഇതന്നെ ഓൾറെഡി കുളമാക്കി തന്ന വള്ളയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ അവിടെ വലക്ക്. റെഡിയാക്കി കുഴപ്പമില്ല ചെയ്. ഓരോ വരല് വെക്കണം. അതൊരു വരല് അങ്ങനെ കെട്ട്, കയറ് കൈ കെട്ട്, വലക്ക് 6000 രൂപ കൊടുക്കണം. കൈ കെട്ടണോ? അല്ലെ വല എറിയുമ്പോൾ പോകത്തില്ല. അങ്ങനെ കേട്ടോ. ഇത് ഫസ്റ്റ് ഈ വരല്, ഈ വരല് കുഞ്ഞു വരല് തുറന്നും. അടുത്തത് വളയാൻ തുടങ്ങുവേ. ഇല്ലല്ലേ. അടുത്തത് ഈ വരലല്ലോ ഒരെണ്ണം. ഗൈസ്, മുദ്ര ശ്രദ്ധിക്കണം നിങ്ങൾ. ഇനി ഇത് ഇത്രയും എടുത്ത് ബാക്കി കൈയുടെ തോളത്ത് തിരികെ കറങ്ങാതെ നീ കൈ ബലത്തി വെക്ക്. ഇനി ഇടുന്നു. ഇനി നമ്മൾ ഫ്രണ്ടില് ഇതിങ്ങനെ പിടിക്കുന്നു. പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഭയങ്കര സംഭവം കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. വെള്ളത്തിൽ തന്നെ. നീ നീന്തലറിയാവടി? എല്ലാം വിടണം. തുണി അലക്കാൻ പോയതാണോ? വിടല്ലേ? അയ്യോ നോക്കാം.
ഞാനേ വെള്ളം മല വീശുന്ന നമ്മൾ കാണുമല്ലോ അപ്പം അറിയാൻ പറ്റും. കാരണച്ചല്ലേ ഞാൻ ഇത് കളഞ്ഞില്ല. ബാക്കിയെല്ലാം കളഞ്ഞു. ബാക്കി കറക്റ്റ് ആയിരുന്നു. ഇത് ഞാൻ കളഞ്ഞില്ല. അവന്റെ ബാക്കിയെല്ലാം വെള്ളം കറക്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിങ്ങനെ പിടിച്ച് പോകണ്ടേ, വെള്ളത്തിൽ പോകണ്ടേ. അല്ല വല കര വെച്ചിട്ട് നീ വെള്ളത്തിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. നീ അവിടെ നിൽക്ക്. അന്ന് ഇടാത്ത സ്ഥലത്തുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചത്. ആദ്യമായിട്ടാ മടി വരെ വെളിയാക്കി അങ്ങനെ തൊഴിലുറപ്പിക്കാതെ മണി വരെ വെളി വന്നു. എന്താടാ എടാ, നിങ്ങൾക്ക് വല വീശി പാമ്പിനെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? പിന്നെ ഈ ചില സിനിമയിലൊക്കെ വല വീശുമ്പോൾ പാമ്പിനെ കൂടി പോകും. ആ കല്ലുമുട്ടി തട്ടി ഇവിടെ നീക്കുക. എള്ളുമുണ്ട്. മറ്റേ ഒറ്റ കൊമ്പേ ഉള്ളൂ. അതൊക്കെ റെയറായിട്ടുള്ള സാധനങ്ങൾ. കൃത്രിമ ശാസ്ത്രം. പോന്നോ ഇങ്ങനെ എടാ നിനക്കെന്താടാ നീ കുറെ നേരം പറയുന്നത്? എന്നെ എടാ അത് കടിക്കൂടെ ഇപ്പൊ കഷ്ടമുണ്ടാ. പോടാ പാവോടാ. ഇത് വടിയായി കിടക്കുക. ആണോ? അന്നെങ്കിൽ നീ വലുത് നോക്കി വെക്ക്. ഇതിന്റെ പാടാര് പറഞ്ഞു. അപ്പൊ ഇതെന്ത് മീനാടാ? അപ്പൊ തിരിച്ച് അതിന് ഇതിനുണ്ടല്ലോ. അപ്പൊ ഇതെന്ത് മീനാ? ഇതിന്റെ കൊണ്ട ചുണ്ട് കണ്ട ചെറുത്. ബസ് സ്റ്റാൻഡ് കൊണ്ട് വിറ്റാളോ 100 രൂപയ്ക്ക്. നമുക്ക് വെള്ളം കുടിക്കാം. എടാ ഇതിപ്പോ 1 കിലോ ഉണ്ടോടാ? തൂക്കണോ? വീട്ടിൽ നിന്ന് തൂക്കാം. ആണോ? ഇതുകൊണ്ട് ഇനി വരുമ്പോ അമ്മയുടെ വായിരിക്കുന്ന അടുത്ത കേൾക്കുമല്ലേ. അന്ന് വന്ന് ഇപ്പം പിടിച്ചിരിക്കുക. പകുതിയേ ഉള്ളു, ബാക്കിയെല്ലാം വീട്ടിൽ തിന്ന്. പക്ഷെ കുഞ്ഞമ്മയ്ക്ക് കൊടുക്കായിരുന്നു. ആരോട് കൊടുക്കുന്നു? അമ്മ നേരെ കൊടുക്കില്ല. ശരിയാ, നേരെ കൊണ്ട് കുഞ്ഞമ്മയ്ക്കൂടെ കൊടുത്തിട്ട് അങ്ങ് പോവായിരുന്നു. പോട്ടാ ചോറ് കൊടുത്തിട്ട് പോയാ. രാത്രി കൊഞ്ച് പിടിക്കാനായിട്ടുള്ള സാമഗ്രികളാണ് ഇത് കണ്ടോ. പിണ്ണാക്കും കപ്പയുമാണ് നമ്മൾ കൊഞ്ച് പിടിക്കാനായിട്ടുള്ള എല്ലാ കൊഞ്ചിനെ പിടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇത് പോകാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇതൊക്കെ എന്താ? വല. ഇത് വല. ഇതെന്താ സ്പീക്കറോ? അതിൻ്റെ കൊഞ്ചിന് പാട്ടിട്ട് കൊടുക്കാനാ? അങ്ങനെ ഞങ്ങൾ തന്നെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു. അവസാനിച്ചിട്ടില്ല, കാരണം ഇനി ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് പോകുന്നത് കൊഞ്ചാണ്. അപ്പം കൊഞ്ച് നമ്മൾ രാത്രിയിലേക്കാണ് കൊഞ്ച് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആണോ? ഓ അങ്ങനത്തെ ഒക്കെ. അതായത് അവൻ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ മീൻ പിടിക്കാതെ അവൻ അപ്പോൾ ഇവൻ കൊഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഞങ്ങൾക്ക് വൈകിട്ടത്തേക്ക്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കൊഞ്ച് പിടിക്കാനായിട്ടുള്ള സാമഗ്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം
ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൊഞ്ച് പിടിക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു കുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അല്ലേ. മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരാൾക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ട്, അതായത് വരണം, അതിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് കോളേജിൽ പോയതിനെയും കൂടെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കേരളത്തിലെ ഒരേ ഒരു ഡക്ഫ ഇതാണോ? വേറെ ആർക്കും അറിയത്തില്ല സംഭവം, അല്ല കുറച്ച് പേർക്ക് അറിയത്തില്ല ഇവിടെ. ഇതാണല്ലേ? പിന്നെ ഇതിന് ചേർന്നുണ്ട് ഇവിടെ ഗവൺമെന്റിന്റെ ആപ്പാട് ഒരേ ഒരു ഇത് അച്ഛാതെ പാർട്ടി ആയിരിക്കും പിണ്ണാക്കും കപ്പയും കൂടെ കുഴച്ച് മണ്ണും കൂടെ കൂട്ടിയിട്ട് അതെ ഇവിടെ ഇടുന്നത്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് വീശി തുടങ്ങും. തുടയും കഴിഞ്ഞിട്ട് ആദ്യം വീശിയത് നമ്മൾ വീശും, പിന്നെ അവിടെ തീറ്റി ഇടും, പിന്നെ ഇടും. അങ്ങനെ സർക്കിൾ പോലെ, ഒരു സൈക്കിൾ പോലെ. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടവിടെ അതിപ്പം ഇറങ്ങും, ഈ സമയത്ത് ഇറങ്ങുന്ന ടൈം അല്ലേ, കൊഞ്ചൊക്കെ ഇറങ്ങുന്നതാണ്. ഓ ചത്ത് കിടന്നു വേണോ? ചത്തയാണോ? ചത്തയൊന്നും അല്ല, ജീവനില്ലേടാ. ശരി, പാളൂന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇനി കുഞ്ഞു മീനെ കാണുമ്പോ എന്തോ പോലെ. ഇപ്പൊ കുഞ്ഞു മീനെ കണ്ടിട്ട് എന്തോ പോലെ. ഈ ഉണ്ടയാണ് എറിയുന്നത് അല്ലേ? ഈ ഉണ്ടയാണ് കേട്ടോ നമ്മൾ കൊഞ്ചിനെ പിടിക്കാൻ വേണ്ടിട്ട് എറിയുന്നത്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് മീൻ വെട്ടാനും പൊരിക്കാനും. കിട്ടി സൂപ്പർ, വാവ് സൂപ്പർ. നീ പിടിച്ചടാ. കുത്തുപോയത് ശരി, പിടിക്കാൻ തരാവേ. ഇവിടുന്ന് വലിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചു. എന്നിട്ട് കണ്ണത് എഴുതേക്കുമ്പോ മുട്ടൊക്കെ ഇവന്റെ എക്സ്പ്രഷനും എനിക്ക് അപ്പോഴേ തോന്നി. ഗൈസ് നമുക്കിവിടെ നോക്കാം കേട്ടോ. കല്ലിലൊക്കെ പോയി തലയടിക്കും. കൊഞ്ചിന്റെ ഒരു അംശം ഇല്ല ഇവിടെ, ഇവിടെ ആയിരിക്കും. എന്നെ പിടിച്ചേക്കുന്നുണ്ടത് അന്നെങ്കിൽ നിനക്കും തരാം. കൊറേ കൊഞ്ചിനെയൊക്കെ പിടിച്ച് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങള് കള്ള് കാണിച്ചേ, ഒരു കുപ്പി കള്ളും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിടിച്ചത് കാണാം. ഓക്കെ ഇത്